കേരളം വീണ്ടും തല താഴ്ത്തുകയാണ്. നിയമവാഴ്ചയുടെ കാവലാളാകേണ്ട പോലീസ് സംവിധാനവും നീതി നടപ്പാക്കേണ്ട പ്രോസിക്യൂഷനും ചേർന്ന് ഇവിടുത്തെ ആക്രമികൾക്ക് കുടപിടിക്കുന്ന നാണംകെട്ട കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഉദ്യോഗസ്ഥരെ അതും സ്വന്തം കൃത്യനിർവഹണത്തിനിടയിൽ കൊലപ്പെടുത്താൻ നോക്കിയ CPM ഗുണ്ടകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ ഒത്തുകളിച്ച നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെയും പ്രോസിക്യൂഷന്റെയും ആ ഒരു ഇത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇതാണോ നമ്മൾ പറയുന്ന പ്രബുദ്ധ കേരളം? കേന്ദ്ര ഏജൻസികളെ ആക്രമിച്ചാൽ പോലും പാർട്ടി ലേബലുണ്ടെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന പ്രോസിക്യൂട്ടർ തന്നെ വന്ന് കോടതിയിൽ പറയും, അയ്യോ പാവം പ്രതി, അവനെ ഇനി കസ്റ്റഡിയിൽ വെക്കല്ലേ, അങ്ങ് വിട്ടേക്കൂ എന്ന്. ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നാളെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് തന്നെ ഇത്തരം ഒത്തുകളികൾക്ക് മൗനാനുവാദം നൽകുമ്പോൾ സാധാരണക്കാരന്റെ സുരക്ഷിതത്വം എവിടെയാണ്? എന്താണ് സംഭവം എന്നല്ലേ പറയാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഓർക്കുന്നില്ലേ? CPM ആക്രമികൾ അവരെ തടയാൻ ശ്രമിച്ച ആ ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിക്കുകയാണ്. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ, അതും പ്രോസിക്യൂഷന്റെ അനുമതിയോടെ. ഈ വാർത്ത നിങ്ങൾ കേട്ടിരുന്നു. എന്തിനായിരുന്നു ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഈ ക്രൂരമായ ആക്രമണം എന്ന് നിങ്ങൾ ഓർക്കണം. എന്തിനെ ഭയന്നാണ് ഇവിടുത്തെ ഗുണ്ടകൾ അവിടെ അഴിഞ്ഞാടിയത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ ED ഉദ്യോഗസ്ഥരെയാണ് CPM ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിച്ചതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും. ഭരണത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളും അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി പരിശോധനയ്ക്ക് അവിടെ എത്തിയത്. പാർട്ടി നേതാക്കളുടെ അഴിമതി കഥകളും കള്ളപ്പണ സാമ്രാജ്യവും തകരുമെന്ന ഭയമാണ് CPM ഗുണ്ടകളെ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തങ്ങളുടെ ഉന്നത നേതാക്കളിലേക്ക് നീങ്ങുന്നത് തടയാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനും വേണ്ടിയാണ് അവർ നിയമത്തെ കയ്യിലെടുത്തത്. ചോദ്യം ചെയ്യലിലൂടെയും റെയ്ഡിലൂടെയും പുറത്തു വരാനിരിക്കുന്ന വമ്പൻ സ്രാവുകളുടെ പേരുകൾ മൂടിവെക്കാൻ വേണ്ടി മാത്രമാണ് ബോധപൂർവം ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചത്. ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമം നടപ്പാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഈ ക്രൂരമായ കയ്യേറ്റം നടന്നത് എന്നോർക്കണം. കേസിൽ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും കൃത്യമായ സാക്ഷിമൊഴികളും പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. എന്നിട്ടും കോടതിയിൽ എന്താണ് സംഭവിച്ചത്? കേസിൽ 9ാം പ്രതിക്ക് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ഇനി ആരാണ് ഈ പ്രോസിക്യൂട്ടർ എന്നറിയാമോ? ഇടത് ലോയേഴ്സ് യൂണിയന്റെ നേതാവാണ്, മുൻ SFI നേതാവാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ്. അപ്പോൾ പിന്നെ പാർട്ടി കോടതിക്ക് പുറത്ത് സംരക്ഷിക്കുന്ന പ്രതിയെ കോടതിക്കുള്ളിൽ പ്രോസിക്യൂട്ടർ കുപ്പായമിട്ട് സംരക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതില്ല എന്ന് ഈ പ്രോസിക്യൂട്ടർ കോടതിയിൽ വിളിച്ചു പറയുമ്പോൾ പോലീസ് അവിടെ മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെയാണ് BJP ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ BJP നേതാക്കളും അണികളും നിരന്തരം പറയുന്നത് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പും പോലീസും പൂർണ്ണമായും പരാജയമാവുകയാണെന്നാണ്. മുൻപും ഇതുതന്നെ അവസ്ഥ. ഈ ഒത്തുകളിയിലൂടെ BJP ഉന്നയിച്ച ആരോപണം അടിവരയിട്ട് ഉറപ്പാക്കുകയാണ്. BJP രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന നിയമവാഴ്ചയെയും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളെയും അട്ടിമറിക്കാൻ കേരളത്തിലെ ഈ ഒരു ഭരണകൂടം ഇത്രയും തരം താഴ്ന്നു എന്നാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. ED ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നത് തന്നെ ആദ്യമാണ്. അത്രയും വലിയ ഒത്തുകളിയാണ് അണിയറയിൽ നടന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്തുണ്ട്. ഒടുവിൽ നാണക്കേട് മറയ്ക്കാൻ ED തന്നെ ഇപ്പോൾ കേസിൽ നേരിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. ജില്ലാ പ്രോസിക്യൂട്ടറെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യവും പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ അപ്പീൽ നൽകാനുള്ള തീരുമാനവും ഒക്കെ വരുന്നത് ഈ ഒത്തുകളി പുറത്തായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസും മറ്റും ചേർന്ന് ആ കേസ് അങ്ങ് മുക്കിക്കളയുമായിരുന്നു. BJP നിരന്തരം ഈ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വാർത്തകളിലെല്ലാം പുറത്തു വരുന്നത്. നമ്മുടെ കേരളത്തിൽ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്
ഈ ഒരു വിട്ടുവീഴ്ച രാഷ്ട്രീയം കൊണ്ട് മാത്രമാണെന്ന് ഈ സംഭവം തെളിയിക്കുകയല്ലേ? കുറ്റവാളികൾക്ക് ഭയമില്ലാത്ത മണ്ണായി കേരളം മാറിക്കഴിഞ്ഞു. നാളെ ഈ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു സാധാരണക്കാരന് നീതി കിട്ടാൻ എവിടെ പോകണം? കേന്ദ്ര ഏജൻസികൾക്ക് പോലും രക്ഷയില്ലാത്ത മണ്ണായി കേരളത്തെ മാറ്റുന്നത് ഇവിടുത്തെ ഗുണ്ടാരാഷ്ട്രീയമല്ലേ? നിയമസംഹിതകളെ നോക്കുകുത്തിയാക്കി പാർട്ടിക്കാരന് ഒരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും എന്ന രീതിയിലാണ് നേരത്തെയും കാര്യങ്ങൾ മുന്നോട്ട് പോയത്. CPM ഗുണ്ടകൾക്ക് എന്ത് ആക്രമണവും കാണിക്കാം, തങ്ങളുടെ കള്ളപ്പണം ഒളിപ്പിക്കാൻ കേന്ദ്ര അന്വേഷണത്തെ പോലും കായികമായി നേരിടാം, അവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരുപാട് പ്രോസിക്യൂട്ടർമാരും അങ്ങനെ നിരവധി ആൾക്കാരും വക്കാലത്തുമായി എത്തുമെന്ന അവസ്ഥ തികച്ചും ദയനീയമാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാന വശമുണ്ട്. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണവുമായി വരുമ്പോൾ അതിനെ നിയമപരമായി നേരിടാൻ ധൈര്യമില്ലാത്തവരാണ് കായികമായി നേരിടാൻ ഗുണ്ടകളെ ഇറക്കിയത്. അഴിമതിയും കള്ളപ്പണവും വെളിച്ചത്ത് വരുമെന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് EDയുടെ വഴി തടയാൻ അവർ ശ്രമിച്ചത്. സാധാരണക്കാരുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്ന പോലീസുകാർ ഇപ്പോഴും മുൻ CPMന്റെ അടിമകളെ പോലെ ആക്രമണങ്ങൾക്ക് മുഖസാക്ഷിയായി നിൽക്കുന്നു എന്നത് ഈ നാടിന്റെ ശാപമല്ലേ? കേന്ദ്ര ഏജൻസികളെ വിരട്ടി ഓടിപ്പിക്കാമെന്നും തങ്ങൾ ചെയ്യുന്ന കൊള്ളകൾ ആരും ചോദിക്കില്ലെന്നുമുള്ള CPM നേതാക്കളുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ EDയുടെ ശക്തമായ ഇടപെടൽ. നാട്ടിൽ ക്രമസമാധാനം തകരുമ്പോൾ പ്രതികരിക്കേണ്ട ഭരണപക്ഷവും ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ഈ ഒത്തുകളി രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആക്രമികളെയും അഴിമതിക്കാരെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഈ നീതി തുടർന്നാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് BJP ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. നിയമം എല്ലാവർക്കും ഒന്നാണെന്നും ഭരണത്തിന്റെ തണലിൽ ഒളിച്ചിരുന്ന് എന്താക്രമണവും കാണിക്കാമെന്ന് കരുതുന്ന ഗുണ്ടാപ്പടയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും BJP ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കൊടും കുറ്റവാളികൾക്കും ആക്രമികൾക്കും പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് ജാമ്യം ഒപ്പിച്ചു കൊടുത്താൽ അതവർക്ക് ഈ നാട്ടിൽ എന്താക്രമണവും കാണിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന് തുല്യമല്ലേ? നാളെ ആരെ വേണമെങ്കിലും തല്ലാം, കൊല്ലാൻ നോക്കാം. പാർട്ടിയുടെ കൊടി പിടിച്ചാൽ പോലീസും പ്രോസിക്യൂട്ടറും ചേർന്ന് കോടതിയിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറക്കിക്കോളും എന്നൊരു തെറ്റായ സന്ദേശമാണ് ഈ ഒത്തുകളിയിലൂടെ ഭരണകൂടം ക്രിമിനലുകൾക്ക് നൽകുന്നത്. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ കുറ്റവാളികൾക്ക് ഇങ്ങനെ ആക്രമണത്തിനുള്ള ലൈസൻസ് പുതുക്കി നൽകിയാൽ പിന്നെ ഈ നാട്ടിൽ എങ്ങനെ ക്രമസമാധാനം ഉണ്ടാകും? നിയമത്തിന്റെ ഭയമില്ലാത്ത ഒരു ഗുണ്ടാപ്പടയെ വളർത്തിയെടുക്കാനാണോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നതെന്ന് ജനങ്ങൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയായി, രമേശ് ചെന്നിത്തലയാകട്ടെ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണം മാറ്റിയത് എന്തിനാണ്? ഇവിടുത്തെ CPM ഗുണ്ടാ വിളയാട്ടവും പോലീസിന്റെ ഒത്തുകളിയും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭരണം UDFന്റേത്, പോലീസ് ഭരിക്കുന്നത് ചെന്നിത്തലയും സതീശനും. പക്ഷേ കോടതിയിൽ CPM പ്രതികൾക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ ഒത്തുകളിക്കുന്നത് അതേ പഴയ ഇടത് പ്രോസിക്യൂട്ടർ. ഇതാണോ സതീശൻ പറയുന്ന ഈ ഭരണമാറ്റം? മുഖ്യമന്ത്രി കസേരയിൽ VD സതീശൻ ഇരുന്നിട്ടും ആഭ്യന്തര വകുപ്പ് മാറിയിട്ടും പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പൾസ് ഇപ്പോഴും AKG സെന്ററിൽ തന്നെയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടിട്ട് കേന്ദ്ര ഏജൻസിയായ ED കോടതിയിൽ നേരിട്ട് വന്ന് കക്ഷി ചേരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കസേരയിൽ ഉറങ്ങി തൂങ്ങുകയാണോ? അതോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുകയാണോ? ഇങ്ങനെ പുതിയ ഭരണത്തിലും ആക്രമികൾക്ക് പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് ജാമ്യം ഒപ്പിച്ചു കൊടുത്താൽ അതവർക്ക് ഈ നാട്ടിൽ എന്ത് ആക്രമണവും കാണിക്കാനുള്ള ഒരു ഇതായി മാറും. ആരെയും പേടിയില്ലാത്ത അവസ്ഥ. ഈ ഒത്തുകളി രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. ഭരണം മാറിയിട്ട് കാര്യമൊന്നുമില്ല, അതിൽ വേണ്ട നിയമ നടപടികളെല്ലാം സ്വീകരിക്കണം. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന വലിയൊരു തകർച്ചയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ വരും പോകും, ജനങ്ങൾ വോട്ട് ചെയ്ത് പുതിയ ഭരണാധികാരികളെ കസേരയിൽ ഇരുത്തും. പക്ഷേ ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെയും പോലീസ് സംവിധാനത്തെയും താഴെ തട്ടിൽ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികൾക്ക് ഇപ്പോഴും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഒരു വശത്ത് ജനാധിപത്യത്തിന്റെ വലിയ മൂല്യങ്ങളെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുകയും മറുവശത്ത് രാജ്യത്തെ നിയമങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്നവർക്ക് തണലൊരുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഇനി എത്ര കാലം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.